വെള്ളം കുടിക്കണം. അപ്പോൾ ഇതാ രണ്ടാമത്തെ ദിവസം പോകാൻ കഴിഞ്ഞു. ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനൂട്ടി ഋത്തിക്കെല്ലാം സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ബിജുവാട്ടിന് രാവിലെ തന്നെ ഇന്നൊരു ഇനാഗ്രേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഉള്ളത്. ഇത്ര രാവിലെ ഇല്ല, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മൾ ചെക്കപ്പിൻ്റെ ദിവസമാണ്, 9ാം മാസം ചെക്കപ്പിൻ്റെ ദിവസമാണ്. ഇന്ന് സ്കാനിങ് ഉണ്ട്. പിന്നെ ഇന്ന് ഡോക്ടർ ഇന്നലെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇന്നലെ ഡോക്ടർ ലീവാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പോകണം. അപ്പോൾ ഇന്ന് ഡേറ്റെല്ലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിലാണ് ഉള്ളത്. അപ്പോൾ ചെറുങ്ങനെ കുട്ടി തുണിയും നമ്മളതെല്ലാം ഇങ്ങനെ പാക്കാക്കിന് എപ്പോൾ ഓടേണ്ടി വരും എന്നറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഡേറ്റ് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഇതാക്കാമല്ല. അപ്പോൾ അമ്മ അകത്തുനിന്ന് കീയുന്നുണ്ട്. അപ്പോൾ ഇന്ന് അമ്മയാണ് വരുന്നത്. ഇന്ന് ഏച്ചിമാറില്ല, അപ്പോൾ അവർ തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ ഡേറ്റ് പറയുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ടാണ് ഉള്ളത്, കിട്ടുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. അപ്പോൾ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ബിജുവാട്ട വരുമ്പോഴത്തേക്ക് കീഞ്ഞ് നിൽക്കണം. അമ്മ കീയുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ഡേറ്റ് പറയുന്ന ദിവസം. അപ്പോൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിയിൽ കാത്തിക്കലാന്നു. അപ്പോൾ ഞാൻ ഋത്തിക്ക് വയറ്റിലുള്ള സമയത്ത് കർണാടകത്താണ് പ്രസവിച്ചിന്, ഡിസംബർ 13 അപ്പോൾ ഇങ്ങനെ ഡേറ്റ് ഒന്നും അറിയില്ലേനു. ഞാൻ അന്നത്തെ ദിവസം ചെക്കപ്പിന് പോയതാണ് രാവിലെ. അപ്പോൾ അവരിങ്ങനെ ചെക്കപ്പെല്ലാം ആക്കിയിട്ട് പറഞ്ഞു ഇന്ന് അഡ്മിറ്റ് ആവണം പറഞ്ഞിട്ട്, അങ്ങനെ രാത്രിയാകുമ്പോൾ വേദന വന്നു, അങ്ങനെ പ്രസവിച്ചു. അപ്പോൾ ഇതിപ്പോൾ മുൻകൂട്ടി കുറച്ച് ദിവസം ഈ സ്കാനിങ് റിപ്പോർട്ടിൽ 18 അങ്ങനെ കണക്കിലുണ്ട്, ഫെബ്രുവരി. അമ്മ കഴിഞ്ഞു കേട്ടോ. അതെ, അമ്മ കഴിഞ്ഞു, ഞാനും പോയി ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് പിന്നെ പണിയൊന്നുമില്ല, ഒരു ചുരിദാർ ഇട്ടിട്ട് ഒന്ന് മുടി കെട്ടുമല്ലേ വീണ്ടും. അപ്പോൾ ഞാൻ വരാമേ. അപ്പോൾ നമ്മൾ പോവാൻ കീയലാന്ന്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ മാറ്റി കീയുമ്പോഴത്തേക്ക് വിജുവാട്ടൻ എത്തി. വിജുവാട്ടനെ കീയണ്ടല്ലോ, കീഞ്ഞിട്ടുണ്ട് പോയതുകൊണ്ട്. അതെ, രാവിലെ തന്നെ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു, പുതിയൊരു വന്ന്. അപ്പോൾ നമ്മൾ നാട്ടുകാരായിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അവിടെ അവർ പറഞ്ഞാലൊരു തുണികളിൽ അവർ സ്റ്റിച്ച് ചെയ്തിട്ട് എന്നെ പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ രാവിലെ തന്നെ പോയി. അപ്പോൾ അവർ പറഞ്ഞ് കവീന വരുന്നതിനെ വിചാരിച്ചു, പക്ഷേ രാവിലെ ആയതുകൊണ്ട് ആരും കൂട്ടാൻ പറ്റിയില്ല. സഞ്ചി അങ്ങനെ സഞ്ചി കരുതേണ്ടി വരും. വെള്ളം കുടിച്ചാലും ഉള്ളൂ കേട്ടോ, നമുക്ക് അത് വെള്ളം കുടിക്കണ്ട. സ്കാനിങ് ഉള്ളതുകൊണ്ട് പിന്നെ അത് വേണം. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. എന്റെ പെണ്ണിന് ഇരിക്കണം, എന്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. ബേക്കിലാ നല്ലത് ഈ വണ്ടിക്ക് വെയില് കൊണ്ടാലും വിചോട്ടെടുക്കുകയോ ഇരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരു വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അധികം പെണ്ണുങ്ങള് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതെന്ന് കാരണം അറിയാം, എനിക്ക് വെക്കേണ്ടി വരില്ല മാത്രല്ല, പാത്രം കണ്ടല്ലോ നിന്നിട്ടാമോന്ന്. അതാണ് അങ്ങനെ. അത് ശരിയാന്ന് ഒരു കണക്കില്, പണിയെടുക്കണ്ടല്ല. കോമഡിയല്ല, ചിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വെറുതെ ആവണ്ടല്ലോ കോമഡി. അതുകൊണ്ടാണ് പണ്ടേരം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാൻ മേശയിലെടുത്ത് വീട്ടിന് പുറത്തിട്ട് ചാടുന്ന ഭാവി എപ്പോ വരുന്നത് ഡോക്ടർ ഏകദേശം ഡേറ്റ് പറയൂ എന്ന് പറഞ്ഞിന്. ഞാന് കവി ഇങ്ങനെ വിശേഷമായി നമ്മള് ഏച്ചുമാരെല്ലാം നമ്മള് ഇങ്ങനെ കണ്ടോണ്ടുണ്ട്. അപ്പൊ അവരെല്ലാം അനുഭവിക്കുന്ന ആ സമയത്തുള്ളത് കണ്ടായാണ് നമുക്ക് എന്താ പറയാ, സ്ത്രീകളോടൊപ്പം അതൊരു റെസ്പെക്ട് ആണ്. ഒരു പ്രാവശ്യം ഈ ലേബർ റൂമിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇവര് പ്രസവേദനയുടെ സമയത്ത് ആ സമയത്ത് ഉള്ള ഒരു വ്യക്തി ഒരു അത്രയും റെസ്പെക്റ്റോട് കൂടിയാണ് പിന്നെ നമ്മളവരെ കാണുമല്ലോ. അത്രയ്ക്കും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ ലേബർ റൂമിന്റെ പുറത്തല്ല, ഭർത്താവ് ഉള്ളിലും വരാനും പറയുന്നുണ്ട്. പിന്നെ ഭർത്താവ് ക്ഷീണമായിട്ട് കൊണ്ടുപോകുന്ന അത് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ അങ്ങനെ നിർബന്ധിച്ചോണ്ടുണ്ട് കേട്ടോ. ചിലപ്പോ ഞാൻ കയറും ഇങ്ങനെയാണ്. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. കാക്കാൻ വേണ്ടി പുറത്ത് കാത്തിക്കലാണ്, വിളിക്കാൻ വേണ്ടി കാത്തിക്കണം. സ്കാനിങ് കഴിഞ്ഞു, ഇനി റിപ്പോർട്ട് വേണ്ടി കാത്തിക്കണം. ഞാനിങ്ങനെ നോക്കി എടുക്കലാണ്. റിപ്പോർട്ട് കിട്ടിയാൽ ഡോക്ടറിനെ കാണിക്കാം. ഡോക്ടർ വായിച്ചൊക്കെ എത്തിച്ചാൽ നമുക്ക് സമാധാനമായി. അപ്പോൾ ഒന്നും പറയണ്ട, ഇന്ന് പോയ കാര്യം പൂർത്തിയായിട്ടില്ല. നമ്മൾ സ്കാനിങ് ആക്കിയിട്ട് OP ഡോക്ടറെ കാണിക്കാൻ വരുമ്പോഴത്തേക്ക് ഡോക്ടർ അർജൻറ്റായിട്ട്
എമർജൻസി പോയിന് ആയിട്ട് പോയിട്ടുണ്ട്. ലേറ്റ് ആവും പോലും. അതെ, ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ട് രാത്രി 6-7 മണിയാകുമ്പോൾ അതെ. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്കനെ കൂട്ടണം എല്ലാം ഇതായതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് നാളെ വരാം അല്ലേ ചേട്ടാ? ഇനിയിപ്പോ നാളെ വരാം. അതെ കൂട്ടണം. അതെ, അതുകൊണ്ട് ഇനിയിപ്പോൾ പോയ കാര്യമൊന്നും നടന്നിട്ടില്ല. എന്തായാലും സ്കാനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡോക്ടർ നാളെ നോക്കിയിട്ട് വേണം, ഇനി റിസൾട്ട് എല്ലാം നോക്കിയിട്ട് ഇനി നാളെ പറയാം. അർജന്റ് ആണെങ്കിൽ ഡോക്ടർ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണ്ടല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എനിക്കും എമർജൻസി ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞു തരും. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇതൊന്നും ഇല്ല. എനിക്ക് ചെക്കപ്പിനല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നാളെ വരാം. നമ്മള് വീട്ടിലെത്തി. അപ്പൊ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് അനു ഡോക്ടർ നോക്കുന്നുണ്ട് റിസൾട്ട്. അനുമോൾപ്പി അതെ. അപ്പൊ ഭാവ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാല് അനുവേച്ചി ഹായ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് വേറെ ഇവരൊന്നും പറയില്ല ആരോടും. നോക്കാം. ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് 34 വീക്ക് 37 വീക്ക് ആയി എന്നാ പറയുന്നത്. നമ്മളെ മിന്നും പ്രസവിക്കാനായിട്ടല്ലേ മിന്നു ഏകദേശം എന്തായാലും ആദ്യം ഓളന്നെയായിരിക്കും. നോക്കുമോ നമുക്കറിയില്ല. 4ാമത്തേത്. ഇത് ലാസ്റ്റ് സ്കാനിങ്. ഇത് ഏതാണ് ഇന്നത്തെ? ഇത് 4 സ്കാനിങ് ആദ്യവും ചെക്കപ്പിന് 1, പിന്നെ 3ാം മാസം ചെയ്തിട്ടില്ല, പിന്നെ 5ാം മാസം പിന്നെ കഴിഞ്ഞ 4ാം മാസം 1 തൂക്ക കുറവ് പോലെ തോന്നിയിട്ടൊന്ന് നോക്കാൻ വേണ്ടി ചെയ്തിന്. മൊത്തം 4 ചെയ്തേ? 4 3 ഒന്നും കഴിഞ്ഞോട്ടെ. ഇപ്പൊ ഉറങ്ങിയിട്ട് ക്ഷീണിച്ച് ഇനിയിപ്പൊ നാളെ പോണം. അതാണ്. അപ്പൊ ഇതിന്റെ വിവരങ്ങള് ഡേറ്റ് എല്ലാം അറിയണി നാളെ പോണം. നാളത്തേക്കും കൂടി എടുത്ത് നമുക്ക് ഒരുമിച്ചിട്ട് വീഡിയോയിലാക്കിട്ട് വീഡിയോ ഇടാം. എവിടെയും പോണ്ട, ആശുപത്രിയിലും പോണ്ട, ഡോക്ടറെ കാണിക്കണ്ട, സ്കാനിങ്ങും വേണ്ട, എല്ലാ പരിപാടി ഒറ്റക്ക് തന്നെ. എല്ലാം ഓളന്നെ. നല്ലോണം ഫുഡ് കൊണ്ട് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഓളന്നെ ചെയ്തോളും. ഉറക്കുന്ന് ഇത്തിക്ക് എന്തെല്ലാം സ്കൂളിൽ പോയിരുന്നേ? ഇത്തിക്കിനെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പീടിയയിലേക്കാൻ പറഞ്ഞു. പീടിയയിൽ അയാൾ വിളിച്ചിട്ട് പറഞ്ഞ് മുട്ടായി എല്ലാം തീർന്നതിന് എന്നാ വേണ്ടേന്ന് ചോദിച്ചു. അതിനവസ്ഥ സത്യം പറഞ്ഞ നടന്നേ. ഇതെല്ലാം നോക്കറാ യുദ്ധം കഴിഞ്ഞ അങ്ങനെ വരുന്നെന്ന് തോന്നുന്നു. ഇത് നോക്കറാ പാന്റിന്റെ ഓരോരോ ഫാഷനുകളെ. എല്ലാരും ഇപ്പൊ അങ്ങനത്തെ ട്രെൻഡ് പാന്റല്ലേ ഇടുന്നേ. പിന്നെ സ്കൂൾ പോകുമ്പോ നമ്മള് കുറക്കുന്ന അങ്ങനെ ഇട്ടതൊക്കെ എല്ലാ പിള്ളേരും മുട്ട് പോയില്ലേ? അതൊരു ഫാഷനായിപ്പോ. ഈടുന്ന് ഇങ്ങനെ മുട്ടിട്ടിട്ട് അങ്ങോട്ടേക്ക് പോക്കാം, അതൊരു ഫാഷനാണ്. ഇങ്ങനെ എന്നാ മുട്ട വേണം, അത്രയേ ഉള്ളൂ. നല്ല വെറൈറ്റിയാ. രണ്ടും ഉണ്ടല്ലോ കീറിയിട്ട്. ഇതല്ലേ നാളത്തേക്ക് ഇങ്ങനെ കിറിക്കോളും. റിപ്പീറ്റ്. അപ്പൊ ഇതാ 2ാമത്തെ ദിവസം പോവാൻ കഴിഞ്ഞു. അപ്പൊ ഇന്നെന്തായാലും ഡോക്ടർ ഉണ്ട്. നമ്മള് വിളിച്ച് വീണ്ടും ഉറപ്പാക്കിയിട്ടാ പോകുന്നത്. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഡോക്ടർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോയാ. അപ്പോൾ ഡോക്ടറെ പറ്റി ഇപ്പൊ സ്കാനിങ് എല്ലാം എടുത്തോണ്ട് ഇനിയിപ്പോ അതൊന്നും വേണ്ട. അപ്പൊ ഇന്നലെ പറഞ്ഞത് ഇന്ന് വേണം നമ്മൾ ആദ്യം പോയിട്ട് അറിയാൻ വേണ്ടി, ഡേറ്റ് അറിയാൻ വേണ്ടിട്ട് പോവാ. അപ്പൊ ഇന്നലെ ഞാൻ മുന്നിൽ ഇരുന്നിട്ടുണ്ടേനു. ചേട്ടാ പറഞ്ഞു എന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ബാക്കിലിരുന്നു. ഇന്ന് അമ്മേനെ കൂടെ ഇരിക്കാം. എന്നിട്ടും ക്ലാസ്സിലൂടെ എന്നെ നോക്കുവാ കേട്ടാ. പിന്നെ ക്ലാസ്സിൽ തന്നെ നോക്കിയിരിക്കുന്നത്. അമ്മ ഗ്യാപ്പില് അമ്മ. അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വരുമ്പോൾ ഋത്തിക്കിനെയും കൂട്ടി. അപ്പോൾ ഡോക്ടറുടെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടെല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ മറ്റന്നാൾ അങ്ങനെ ആയിട്ടാവും, ചിലപ്പോൾ അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്, ഏകദേശം ഒരു അരമണിക്കൂറൊന്ന് പോകാനുണ്ട്. അപ്പോൾ രാത്രി അങ്ങനെ താഴ്ന്നെങ്കിൽ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ പോകുമ്പോൾ രാവിലെ ഡ്രസ്സും കാര്യം എടുത്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വീട്ടിൽ പോയി എടുത്തിട്ട് വൈകുന്നേരം വന്നാൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിട്ട് വെളുപ്പുറത്തേക്കെല്ലാം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏച്ചുമാറായിട്ട് വരും. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട്. നമ്മൾ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടില്ല. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് അതായത് ഇപ്പോൾ കവിക്ക് ഇങ്ങനെ വിശേഷമായതിനു ശേഷം നമുക്കങ്ങനെ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഉണ്ട് പറ്റില്ലേനും കുറേ നാളായിട്ട്.
ഇന്ന് പറഞ്ഞാൽ ഇന്നലെ ഇട്ടെന്നാൽ ഇന്ന് വേഗം കിട്ടുമെന്ന് വെച്ചാൽ ഈ വിവരം നമുക്ക് നാളത്തെ അടുത്ത കാര്യങ്ങൾ എന്താ നമുക്ക് കറക്റ്റായിട്ടല്ല. അപ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ തന്നെ നമ്മളെ കുടുംബത്തിൽ വേഗം വന്ന് അറിയിക്കും. കാരണം നമ്മളെ വീട്ടിൽ ഉള്ളവരെ പോലെ തന്നെ നമ്മളെ വീട്ടുകാരാണ്, അപ്പോൾ കുടുംബങ്ങളാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ എല്ലാ കാര്യവും ഇപ്പോൾ കാണുന്ന നിൽക്കുന്നതായാലും ഇപ്പോൾ വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ചിട്ടായാലും നമ്മളത്തെ എല്ലാ കാര്യവും ചോദിക്കലും തിരക്കെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ കാര്യവും നമ്മളപ്പോൾ തന്നെ അറിയിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് അഡ്മിറ്റ് ആകുന്ന ഇന്ന് തന്നെ വേഗം പറയുമെന്ന്. അപ്പോൾ നാളെ എന്തായാലും ഞാൻ അപ്പോൾ തന്നെ നമ്മളെ കുടുംബത്തിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആകാൻ പോകുന്നത് എല്ലാവരും പ്രാർത്ഥനയും വേണം. എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവുമെന്ന് അറിയാമെന്നാലും നമുക്ക് പോയിട്ട് അതിന് സുഖകരമായിട്ട് നടക്കട്ടെ. വിശേഷങ്ങൾ അറിഞ്ഞ പാട് എല്ലാം നമ്മൾ കുടുംബത്തിൽ നമ്മൾ അറിയിക്കാം കേട്ടോ. ഇതൊക്കെ അപ്പോൾ നമ്മൾ പോകാൻ നോക്കുമെന്ന്.